തൃശൂർ നഗരത്തിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട്. നഗരം നിശ്ചലമായി. മുണ്ടുപാലം അവന്യൂ റോഡ് അടച്ചു. കുന്നംകുളത്ത് 3 മണിക്കൂറിൽ പെയ്തത് 105 മില്ലിമീറ്റർ മഴ. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് കോതകുളം വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതിയും വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥനും മരിച്ചു. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. മാള ജല അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മേഖലയിലെ കുടിവെള്ള വിതരണം ജില്ലാ അതോറിറ്റി നിർത്തിവെച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിൽ ശക്തമായ മഴയിൽ പ്രളയ സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് മണിക്കൂറുകളോളം നിശ്ചലമാക്കി. പരസ്പരം പഴിചാരി കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും. തുടർച്ചയായ 3-ാം തവണയാണ് തൃശൂർ നഗരം വെള്ളത്തിൽ മുങ്ങിയത്. ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ വിവിധ റോഡുകൾ പതിവ് പോലെ വെള്ളത്തിൽ മുങ്ങി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. സ്ഥാപനങ്ങളിലും വീടുകളിലേക്കും വെള്ളം ഇരച്ചുകയറി. നഗരത്തിലെ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് സ്വകാര്യ ബസ് പലയിടത്തും സർവീസ് അവസാനിപ്പിച്ചു. വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. കൊക്കാല, തൃശൂർ അക്വാട്ടിക് ലൈൻ, ജൂബിലി മിഷൻ റോഡ്, വടക്കേ സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, പൂത്തോൾ റോഡ്, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലും പൂങ്കുന്നം, ഹരിനഗർ, കുട്ടൻകുളങ്ങര എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. സ്വരാജ് റൌണ്ടും വെള്ളക്കെട്ടിലമർന്നു. തൃശൂർ മുണ്ടുപാലം അവന്യൂ റോഡ് കനത്ത വെള്ളക്കെട്ട് മൂലം അടച്ചു. ഇവിടത്തെ സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. പൂത്തോളിൽ വെള്ളം കയറിയ 2 വീടുകളിൽ നിന്ന് ആളുകളെ ഫയർഫോഴ്സ് എത്തി ഒഴിപ്പിച്ചു. നഗരത്തിലെ കാന ശുചീകരണം പാളിയതാണ് തൃശൂർ നഗരത്തെ പ്രളയസമാനമായ രീതിയിൽ വെള്ളക്കെട്ടിലാക്കിയത്. ആദ്യ മഴയിൽ നഗരം വെള്ളക്കെട്ടിലായപ്പോൾ ശുചീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മേയർ അറിയിച്ചുവെങ്കിലും കാനകളുടെ ശുചീകരണം ഇപ്പോഴും പാതിവഴിയിലാണ്. മെയ് ജൂൺ മാസങ്ങളിൽ മഴക്കാലം വരുമെന്ന് മനസ്സിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ടും അത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കത്ത് കോൺഗ്രസ് പ്രതിപക്ഷ മേയർക്കും ഭരണപക്ഷത്തിന് നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. മണ്ണ് നീക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി. തോടുകളിലെ മണ്ണ് നീക്കാനും കുളവാഴ നീക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തി. വലിയ തോടുകളിലെ മണ്ണ് നീക്കാനും കുളവാഴ നീക്കാനുള്ള ടെൻഡർ നടപടികൾ പോലും പൂർത്തീകരിച്ചില്ല. ഒരു കരാറിനും ഒരു വർക്ക് ഓർഡർ നൽകിയിട്ടില്ല. കോർപ്പറേഷനും പൊതുമരാമത്തും പരസ്പരം പഴിചാരുന്നതല്ലാതെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാക്കാത്തത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കോർപ്പറേഷൻ പരിധിയിലെ ശുചീകരണ പ്രവൃത്തികളുടെ ഏകോപന ചുമതല സബ് കളക്ടർക്ക് നൽകിയെങ്കിലും തുടർ നടപടികൾ നീണ്ടുപോകുകയാണെന്നും ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മുണ്ടുപാലം അവന്യൂ റോഡിൽ വെള്ളക്കെട്ടിൽപ്പെട്ട കാർ യാത്രക്കാരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് വരുന്നതിനിടെയാണ് കാർ യാത്രികർ വെള്ളക്കെട്ടിൽ അകപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സാണ് കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകളടക്കം 4 പേരെ രക്ഷപ്പെടുത്തിയത്. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് കോതകുളം വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. വേലേക്കാട്ട് സുധീർ ഭാര്യ 42 വയസ്സുള്ള നിമിഷയാണ് മരിച്ചത്. വീടിന് പുറത്തെ ശുചിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കെയാണ് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാത്റൂമിന്റെ കോൺക്രീറ്റും തകർന്നു. ബൾബും ഇലക്ട്രിക് വയറും കത്തിക്കരിഞ്ഞ നിലയിലാണ്. വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ ഗൃഹനാഥൻ മരിച്ചു. തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള ഗണേശനാണ് മരിച്ചത്. കുറുമാലിൽ താമസിക്കുന്ന അമ്മയെ കാണുന്നതിനായി തറവാട്ട് വീട്ടിലെത്തിയതായിരുന്നു ഗണേശൻ. അമ്മയും സഹോദരന്റെ മകളും ഒന്നിച്ച് വീടിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മിന്നലേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച ഗണേശൻ. ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്.
റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു 4 തീവണ്ടികൾ പിടിച്ചിട്ടു. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ രാവിലെ 10:30 സംഭവം. എറവക്കാട് ഗേറ്റ് കടന്ന ശേഷം ഒല്ലൂർ സ്റ്റേഷന് മുൻപായിട്ടാണ് ട്രാക്കിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണത്. തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്, എറണാകുളം ബാംഗ്ലൂരു ഇന്റർസിറ്റി, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ പുതുക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടു. 11 മണിയോടെ ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കിയ ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വിലങ്ങൻകുന്ന്, കലശമല, ഏനാമാവ് നെഹ്റു പാർക്ക്, ചെപ്പാറ, പൂമല, പീച്ചി ഡാം, വാഴാനി ഡാം, തുമ്പൂർമുഴി റിവർ ഗാർഡൻ, സ്നേഹതീരം ബീച്ച്, ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്ക് ഇന്ന് വിനോദസഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. അതിശക്തമായ മഴയും ഇടിമിന്നലും കണക്കിലെടുത്ത് തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നിർദ്ദേശം. കനത്ത മഴയിൽ മതിലകത്ത് വീട് തകർന്നു വീണു. കഴുവിലങ്ങ് തോപ്പിൽ ബാബുവിന്റെ ഓടിറ്റ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് വീട് തകർന്നു വീണത്. സംഭവ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന് കേടുപാട് സംഭവിച്ചു. പുല്ലൂറ്റ പന്തലാലുക്കൽ ക്ഷേത്രത്തിന് സമീപം നാലുമാക്കൽ പ്രേമലാലിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ TV, ഫാനുകൾ തുടങ്ങിയവ കത്തിനശിച്ചു. ഇലക്ട്രിക് സ്വിച്ചുകൾ പൊട്ടിത്തെറിച്ചതായും വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ടെറസിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കുറാഞ്ചേരി പത്താഴകുണ്ട് തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണ ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. റോഡിൽ താമസിക്കുന്ന തോമസിന്റെ പറമ്പിലെ തെങ്ങാണ് കാറ്റിൽ മറിഞ്ഞു വീണത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഓഫീസർ TK നിതീഷിന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട നഗരത്തിൽ വിവിധയിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പൂതക്കുളം ജംഗ്ഷന് സമീപം രൂപപ്പെട്ട കനത്ത വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഠാണാവിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം കടകളിലേക്ക് വെള്ളം കയറി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള പാർക്കും റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും ജലനിധി കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയതെന്ന ആക്ഷേപവുമുണ്ട്. മതിലകം കൂളിമുട്ടത്ത് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. കിള്ളിക്കുളങ്ങര സദാശിവന്റെ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ തണൽമരം കടപുഴകി വീണ് തയ്യൽക്കടയും കള്ളുഷാപ്പും തകർന്നു. തയ്യൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ലോകമല്ലേശ്വരം പറപ്പുള്ളി ബസാറിലായിരുന്നു അപകടം. ശക്തമായ മഴയിൽ കടപുഴകിയ മരം അടുത്തുള്ള കള്ളുഷാപ്പിന്റെയും തയ്യൽക്കടയുടെയും മുകളിലേക്ക് വീഴുകയായിരുന്നു. മരം വീണതിനെ തുടർന്ന് തയ്യൽക്കടയുടെ ഭിത്തി തകർന്നു വീണു. അപകടത്തിൽ തയ്യൽ തൊഴിലാളിയായ പതിയാശ്ശേരി രാമചന്ദ്രന് പരിക്കേറ്റു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. മുല്ലശ്ശേരിയിൽ കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു താഴ്ന്നു. 12-ാം വാർഡിൽ താമസിക്കുന്ന പാട്ടത്തിൽ പറമ്പിൽ സുകുമാരന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത്. കിണറിന്റെ ആൾമറയടക്കം താഴ്ന്നുപോയ നിലയിലാണ്. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ പെരുമ്പിലാവ് നഗരം വെള്ളത്തിൽ മുങ്ങി. കടകളിലേക്ക് വെള്ളം കയറി. റോഡിൽ വെള്ളം ഒലിച്ചുപോകാൻ ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്ന് നാട്ടുകാരും വ്യാപാരികളും ആരോപിച്ചു. മഴ ശക്തി പ്രാപിച്ചതോടെ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാത പെരുമ്പിലാവ് സെന്ററിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. കനത്ത മഴയിൽ മാടക്കത്ര പുല്ലാനിക്കാട് പ്രദേശം വെള്ളക്കെട്ടിലായി. പുല്ലാനിക്കാട് മുതൽ പൊങ്ങണങ്കാട് വരെയുള്ള റോഡിൽ വെള്ളം കയറി. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ശക്തമായി കാറ്റിലും മഴയിലും പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രമുറ്റത്തെ വലിയ ആൽമരം കടപുഴകി വീണു. ക്ഷേത്ര മൈതാനത്ത് ആളുകളില്ലാത്തതുമൂലം അപകടമൊഴിവായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് പൂർണ്ണമായും നിലംപതിച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. ഇതോടെ 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 1685 രൂപയായി. 85 രൂപ 50 പൈസയായി. നേരത്തെ ഇത് 1756 രൂപയായിരുന്നു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. മെയ് 1-ന് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരുന്നു. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 19 രൂപയുടെ കുറവാണ് വരുത്തിയത്. അന്നും ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല.
കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ മാള മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചർച്ചയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. മാള, പുത്തൻചിറ, വെള്ളാങ്കല്ലൂർ, കുഴൂർ, പൊയ്യ, അന്നമനട പഞ്ചായത്തുകളിൽ നിന്ന് മാർച്ച് വരെ 15.58 കോടി രൂപയാണ് വെള്ളത്തിന്റെ കുടിശ്ശികയായി ജല അതോറിറ്റിക്ക് കിട്ടാനുള്ളത്. അഷ്ടമിച്ചിറയിൽ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ബാബുവിന്റെ ഓഫീസിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, ഡെയ്സി തോമസ്, PV വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരും ചേർന്ന് കുത്തിയിരിപ്പ് നടത്തിയത്. തുടർന്ന് ജലവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. മാർച്ച് മാസത്തിലെ കുടിശ്ശിക തുകയുടെ പകുതി ഒരാഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കാനുള്ള നിർദ്ദേശമാണ് ജല അതോറിറ്റി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ തുക കണ്ടെത്തുന്നത് സംബന്ധിച്ച് പഞ്ചായത്തുകൾക്ക് ധാരണയില്ല. കുടിശ്ശിക വരുത്തുന്നവരുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കാനും ജല അതോറിറ്റി നിർദ്ദേശിച്ചു. എന്നാൽ വെള്ളം കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ ഗുണഭോക്താക്കളിൽ നിന്ന് നിരക്ക് ലഭിക്കാനുള്ള പ്രായോഗികമായ പ്രയാസങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉന്നയിച്ചു. ജലനിധി പദ്ധതിയിലേക്ക് മാറിയപ്പോൾ കൂടുതൽ നിരക്കാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്തതിനാൽ പ്രതിസന്ധി വീണ്ടും തുടർന്നേക്കും. TCV മാള. പേരാമംഗലത്ത് KSRTC ബസ്സിൽ ജനിച്ച കുട്ടിക്ക് പേരിട്ടു. അമല എന്നാണ് പെൺകുട്ടിക്ക് പേര് നൽകിയത്. 2 ദിവസം മുൻപാണ് ബസ് യാത്രയ്ക്കിടെ മലപ്പുറം സ്വദേശിനിയായ യുവതി ബസ്സിൽ പ്രസവിച്ചത്. അമല മെഡിക്കൽ കോളേജിലെ ജീവനക്കാരാണ് യുവതിയുടെ പ്രസവം എടുത്തത്. യുവതിയുടെ പ്രസവാനന്തര ശുശ്രൂഷ ആശുപത്രി അധികൃതർ സൗജന്യമാക്കിയിരുന്നു. ചികിത്സ പൂർത്തിയാക്കി അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് മടങ്ങി. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും യുവതിക്കും കുഞ്ഞിനും സമ്മാനങ്ങൾ നൽകിയിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ടാങ്കർ ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി മുരിങ്ങാത്തേരി ലാസർ മകൻ 52 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ദയ ആശുപത്രിക്ക് മുൻപിലായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മിനി ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസിനെ ഉടൻ തന്നെ ദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു. തൃശൂരിൽ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില കുറച്ചു. മുളകിനും എണ്ണയ്ക്കുമാണ് വില കുറച്ചത്. എണ്ണയ്ക്ക് കിലോയ്ക്ക് 9 രൂപയും മുളകിന് അര കിലോയ്ക്ക് 7 രൂപയും കുറച്ചു. അര കിലോ മുളകിന്റെ പുതിയ വില 75 രൂപയായി. നേരത്തെ ഇത് 82 രൂപയായിരുന്നു. വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നേരത്തെ സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതിരുന്നതും വില കൂട്ടിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം ഇന്ന്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, UP, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളാണ് ജനവിധി. 7 ഘട്ടങ്ങളായി നിശ്ചയിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 19-നായിരുന്നു. 1.5 മാസത്തിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഇന്ന് സമാപനമാകും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 20 കേന്ദ്രങ്ങളിലെയും സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയും വോട്ടെണ്ണൽ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. ചൊവ്വാഴ്ച രാവിലെ 8-ന് തപാൽ വോട്ടും 8:30-യോടെ EVM-ലെ വോട്ടും എണ്ണിത്തുടങ്ങും. നെല്ലുവായ് കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് വീട്ടിൽ വിഷ്ണു, കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് വീട്ടിൽ ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴ ശക്തമായതോടെ നാടും നഗരവും വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന അധികൃതർക്ക് മാതൃകയാവുകയാണ് തൃക്കൂർ ആലേങ്ങാടുള്ള നാട്ടുകാർ. മഴ പെയ്താൽ വെള്ളം മുഴുവൻ കടകളിലും റോഡിലുമെത്തി വർഷങ്ങളോളം ദുരിതമനുഭവിച്ച ആലേങ്ങാടുള്ളവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വയം മുന്നിട്ടിറങ്ങുകയായിരുന്നു. കുന്നിൻ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം ആലേങ്ങാട് സെന്ററിലും കടകളിലും വെള്ളക്കെട്ടുണ്ടാക്കുകയാണ് പതിവ്. കാനകൾ കവിഞ്ഞൊഴുകി വെള്ളം നേരെ കടകളിൽ കയറുന്നതോടെ നിരവധി നാശനഷ്ടവും ഇവിടെയുള്ള വ്യാപാരികൾ നേരിട്ടു. ഇതിനൊരു പരിഹാരം കാണാൻ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല. ഒടുവിൽ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് പണം സ്വരൂപിച്ച് കാനയ്ക്ക് കുറുകെ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ച് കൾവർട്ട് നിർമ്മിച്ച് ഒഴുകിയെത്തുന്ന വെള്ളം നിയന്ത്രിക്കുകയായിരുന്നു. കാലവർഷത്തിന് മുൻപ് നാട്ടുകാർ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവൃത്തികൾ എത്ര ഫലവത്താവുമെന്ന സംശയമുണ്ടായിരുന്നു. ഇത് നിർമ്മിച്ചവർ ഒരുപാട് പരിഹാസവും കേൾക്കേണ്ടി വന്നു. ഇത്തവണ മഴ ശക്തമായതോടെ സെന്ററും കടകളും വെള്ളക്കെട്ടിൽ നിന്ന് മോചനമായപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ് ആലേങ്ങാടുള്ള നാടൻ എഞ്ചിനീയർമാർ. കുന്നിൻ മുകളിൽ നിന്ന് റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം തടഞ്ഞ് കാനയിലൂടെ ഒഴുക്കിവിടാൻ നാട്ടുകാർ ചേർന്നൊരുക്കിയ സംവിധാനം ഇപ്പോൾ അധികൃതർക്കും ആശ്ചര്യമാവുകയാണ്. TCV പുതുക്കാട്.
മോട്ടോർ തൊഴിലാളികളുടെ അഖിലേന്ത്യാ സംഘടനയായ ARTWF-ന്റെ സ്ഥാപക ദിനാചരണം തൃശൂരിൽ നടന്നു. 50-ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ശക്തൻ സ്റ്റാൻഡിൽ തൃശൂർ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ പതാക ഉയർത്തി. യൂണിയൻ ഏരിയ പ്രസിഡന്റ് AR കുമാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന ഡ്രൈവർമാരെ ആദരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി AM ജനാർദ്ദനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK അശോകൻ, നാരായണൻ, ഗിരിവാസൻ എന്നിവർ സംസാരിച്ചു. തോന്നൂർക്കര വില്ലേജിലെ ബൂത്തുതല കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. തോന്നൂർക്കര AUPS വിദ്യാലയത്തിൽ നടന്ന അനുമോദന സദസ്സ് KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായി TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസർ MK സുരേഷിന് നാട്ടുകാർ യാത്രയയപ്പ് നൽകി. വില്ലേജ് ഓഫീസിൽ ചേർന്ന യോഗം ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത അധ്യക്ഷത വഹിച്ചു. EM സുബ്രഹ്മണ്യൻ സ്നേഹോപഹാരം നൽകി. K ഗോപാലകൃഷ്ണൻ പൊന്നാടയണിയിച്ചു. M സച്ചിദാനന്ദൻ, സ്മിത, അജിത് കുമാർ, രാജശ്രീ സുഗുണൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തലൂർ പാടത്ത് ഔഷധ ഗുണമുള്ള നവര, രക്തശാലി എന്നീ ഇനങ്ങളിലുള്ള വിത്ത് ഉപയോഗിച്ച് ചെയ്ത നെൽകൃഷി വിളവെടുത്തു. കൃഷി വകുപ്പിന്റെ ആത്മാ പദ്ധതിയുടെ സഹായത്തോടെ കർഷകനായ സോണി ജോസഫാണ് 1.5 ഏക്കർ നിലത്തിൽ കൃഷി ചെയ്തത്. പറപ്പൂക്കര കൃഷിഭവൻ ഓഫീസർ അമൃത നിശാന്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് അംഗം KK രാജൻ, കർഷകൻ സോണി ജോസഫ്, VR രഞ്ജിത്ത്, തിലകൻ എന്നിവർ സന്നിഹിതരായി. അതിരപ്പള്ളി ആനക്കയത്ത് വീണ്ടും കാട്ടാന ആക്രമണം. കോതമംഗലം സ്വദേശികളുടെ കാർ കാട്ടാനെ ആക്രമിച്ചു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു. ജയൻ ചേരുന്നു വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്ന്. ജയൻ, എപ്പോഴായിരുന്നു സംഭവം? ആളപായമുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലിറ്റി, ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 ഷോളയാർ ആനക്കയത്ത് വെച്ച് ഈ സംഭവം ഉണ്ടായത്. എറണാകുളം ജില്ലയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിന്റെ വാഹനങ്ങളാണ് ആന ആക്രമിച്ചത്. നേരത്തെ ആനക്കൂട്ടമായിരുന്നു ആക്രമിച്ചതെന്നാണ് വിവരം ലഭിച്ചതെങ്കിലും പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഒരു ആനയും കുട്ടിയും അവിടെ ഈ സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വിനോദ യാത്രികർ പെട്ടെന്ന് ഹോൺ അടിച്ചതാണ് കുഴപ്പമായത്. കുട്ടിയെ സംരക്ഷിച്ചു നിന്നിരുന്ന ആന പെട്ടെന്ന് പ്രകോപിതയാവുകയും വാഹനങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയുമായിരുന്നു. ഒരു വാഹനത്തിന്റെ ഡോറിൽ ചവിട്ടുകയും ചെയ്തു. ഗ്ലാസിന് ചെറിയ കേടുപാടുണ്ടായിട്ടുണ്ട്. ഇതിനിടെ ഇവരുടെ പിൻഭാഗത്ത് 2 യുവാക്കൾ ബൈക്കിലും വന്നിരുന്നു. ഇവർ ആനയെ കണ്ട്, സംഭവം കണ്ട് പെട്ടെന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഇവർ ഓടി രക്ഷപ്പെട്ടു. ഇവരുടെ അടുത്തേക്ക് വന്ന ആന ബൈക്കിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ പിന്നെ കുട്ടിയും ആനയും തിരിച്ച് കാട്ടിലേക്ക് പോയെന്നാണ് വിവരം ലഭിക്കുന്നത്. ശരി ജയൻ, വിശദാംശങ്ങൾ നൽകിയതിന്. അതിരപ്പള്ളി ആനക്കയത്ത് കാട്ടാന ആക്രമണം. വിനോദസഞ്ചാരികളുടെ കാറാണ് കാട്ടാന ആക്രമിച്ചത്. ഒപ്പം തന്നെ എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയും ആന പാഞ്ഞെടുത്തു. കോതമംഗലം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. വിവരങ്ങളാണ് ജയൻ നൽകിയത്. ചേലക്കര സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുംപറമ്പിൽ അച്ഛന്റെ 61ാം ശ്രാദ്ധാചരണം ഈ മാസം 10 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രാദ്ധ ദിനത്തിന്റെ ഭാഗമായുള്ള തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി മാർ റാഫേൽ തട്ടിൽ, മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തുങ്കുഴി എന്നിവർ വിവിധ ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കും. ചേലക്കര സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ, ജനറൽ കൺവീനർ തോമസ് പാറേക്കാടൻ, കൈക്കാരന്മാരായ ജോസ് കാട്ടൂർ, ജോബ് മണ്ടുമ്പാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഡ്രൈവേഴ്സ് ഡേ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് റോഡ് സെന്ററിൽ ഓട്ടോ ലൈറ്റ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് പതാക ഉയർത്തി. എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി ഉല്ലാസ് മുഹമ്മദ് അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ES സുരേഷ്, OK രാമചന്ദ്രൻ, KK ഫ്രാൻസിസ്, TK സുരേഷ് എന്നിവർ സംസാരിച്ചു.
സമൂഹത്തിൽ പല രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ലഹരിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലുമായി വരാകര ഗുരുദേവ പബ്ലിക് സ്കൂൾ അധ്യാപകരുടെ തെരുവു നാടകം. അളഗപ്പ നഗർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളായി 8 ഇടത്ത് തെരുവു നാടകം അവതരിപ്പിച്ചു. സ്കൂളിന്റെ ലഹരി വിരുദ്ധ പ്രചരണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ CV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ രക്ഷാധികാരി KV സുരേഷ്, മാനേജർ MI സുരേഷ്, സെക്രട്ടറി AM സുകുമാരൻ, പ്രിൻസിപ്പൽ PD സ്മിത, വൈസ് പ്രിൻസിപ്പൽ M ദിവ്യ, ഹെഡ് മിസ്ട്രസ് OU സുജാത, SWC പ്രസിഡന്റ് ഷൈജു രാജൻ, വൈസ് പ്രസിഡന്റ് CT സുധീർ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജകമണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ജൂൺ 2 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC, +2, VHSC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS, USS, NMSS വിജയികളെയും ചടങ്ങിൽ ആദരിക്കും. ET ടൈസൺ MLA, സംഘാടക സമിതി ചെയർപേഴ്സൺ സീനത്ത് ബഷീർ, കൺവീനർ VK മുജീബ് റഹ്മാൻ, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് മെമ്പർ OA ജെൻട്രിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നീലങ്കാവിൽ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം പാവർട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NJ ലിയോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് NF ബാബു, ജില്ലാ സെക്രട്ടറി റാഫി നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി നിത്യരോഗികൾക്കുള്ള മെഡിസിൻ ഫണ്ട് വിതരണം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കാനും പഠനത്തോടൊപ്പം ഉല്ലസിക്കാനുമായി വിപുലമായ സൗകര്യങ്ങളുമായി ഒരുക്കുകയാണ് വിദ്യാലയങ്ങൾ. അന്തിക്കാട് KGM LP സ്കൂളിലേക്ക് കടന്നുവരുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ വിസ്മയലോകം. വർഷം പഴക്കമുള്ള അന്തിക്കാട് KGM LP സ്കൂളിൽ LKG മുതൽ 4ാം ക്ലാസ് വരെയായി 700ഓളം കുട്ടികളുണ്ട്. വിദ്യാലയം ഒരു പാഠപുസ്തകം എന്ന ആശയം അന്വർത്ഥമാക്കുകയാണ് ഈ സ്കൂൾ. സ്കൂൾ ബസിന്റെ ആകൃതിയിൽ പണിത കവാടം കടന്നു വേണം വിദ്യാലയ മുറ്റത്തെത്താൻ. സ്കൂൾ മതിലിന് ഒരു വശത്ത് അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച ഹെലികോപ്റ്റർ, മറുവശത്ത് 100ഓളം പക്ഷിവർഗ്ഗങ്ങളെ അടുത്തറിയാനുള്ള കൂടാരം. ഫ്ലൈയിങ് ഡക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ മുറ്റത്ത് തന്നെ ഉയരത്തിലൊരുക്കിയ ഏറുമാടവും ഏറെ ആകർഷകമാണ്. 2 ആഴ്ചയിലൊരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കയറാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ മാതൃകയിലാണ്. അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര്. 5 ക്ലാസ് മുറികളുടെ പുറംഭാഗം ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുന്നിലായുള്ള എൻജിൻ പാഴ്വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഭൂപ്രദേശത്തുകൂടി മേൽപ്പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോകും വിധം ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് കലാസംവിധായകനായ ഉദയൻ എടപ്പാളിൻ്റെ നേതൃത്വത്തിലാണ്. പ്രത്യേകം നിർമ്മിച്ച 100ലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിൻ്റെ പുറം ചുവരുകളിൽ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയായി. പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ പറഞ്ഞു. ഈ അവധിക്കാലത്തും കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുകയും ആകർഷിച്ച കുട്ടികളെ സ്കൂളിലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങളുടെ PTA-യുടെയും അധ്യാപകരുടെയും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ജനകീയമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കാനായുള്ള അവസാന മിനുക്കുപണികൾക്കിടെ പരിശോധനയ്ക്കായി എത്തിയ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജുവിനും മുന്നൊരുക്കങ്ങളിൽ പൂർണ്ണ സംതൃപ്തി. KGM LP സ്കൂള് തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിൽ തന്നെ നല്ല മികച്ച വിദ്യാലയമാണ്. ഒരു LP വിദ്യാലയമാണ്. ധാരാളം കുട്ടികളോട് പഠിക്കുന്നുണ്ട്. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ SCRT നടത്തിയ വിദ്യാലയം മികച്ച പാഠപുസ്തകം എന്നുള്ള ഒരു പദ്ധതിയിൽ വിദ്യാലയം ഉൾപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ധാരാളം വളർത്തുമൃഗങ്ങളും പക്ഷികളും ഒക്കെ സമ്പന്നമായി കുട്ടികൾക്ക് വീട് വിട്ടു വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ വിദ്യാലയത്തിലേക്ക് വരാനുള്ള വലിയൊരു സന്തോഷമാണ് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് സലീഷ്, PTA പ്രസിഡന്റ് അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. TCV ന്യൂസ്, തൃശൂർ.
അന്നകര പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച് വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി ക്ലബ്ബ് പ്രസിഡന്റ് KR ഫൽഗുണൻ അധ്യക്ഷത വഹിച്ചു. PK രാജൻ, PB ഗിരീഷ്, MB സെയ്ദ് മുഹമ്മദ്, CJ സ്റ്റാൻലി, PA കൃഷ്ണൻകുട്ടി, ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ വേനൽമഴ പഠന ക്യാമ്പ് കുട്ടികൾക്ക് ആവേശമായി. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര മുൻ വളണ്ടിയറും നാടക പ്രവർത്തകനുമായ അൻസാർ എളവളി അധ്യക്ഷനായിരുന്നു. ഡൊമിനിക് സാവിയോ, റാഫി നീലങ്കാവിൽ, പ്രിൻസ് കുത്തൂർ, റിജി വിളക്കാട്ടുപാടം എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, KS ഷുഹൈൽ, CJ ജോഷി എന്നിവർ സംസാരിച്ചു. അങ്ങനെയുള്ള നല്ല വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുമ്പോൾ യങ്സ്റ്റേഴ്സ് പുത്തൂരിന്റെ സൗജന്യ വൊക്കേഷൻ ഫുട്ബോൾ പരിശീലന ക്യാമ്പിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. എക്സൈസ് ഓഫീസർ സോന അനൂപ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MM സേതുമാധവൻ, സെക്രട്ടറി TT ബൈജു, വൈസ് പ്രസിഡന്റ് സന്തോഷ് കാക്കനാട്ട്, ട്രഷറർ M അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. കോടാലി SN വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും തിങ്കളാഴ്ച കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ CR രാജൻ, പ്രിൻസിപ്പൽ PS ഉഷ, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി എന്നിവർ പങ്കെടുത്തു. ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളിയുടെ ചിത്രശില്പ ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 4 ദിവസം നീളുന്ന പ്രദർശനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. മുതിർന്ന കലാകാരൻ ദാമോദരൻ നമ്പിടി, സോമൻ അധീന, ചോല ഡയറക്ടർ ജോമോൻ ആലുക്ക എന്നിവരെ മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് ആദരിച്ചു. ശില്പകലാ ക്യാമ്പിൽ പങ്കെടുത്ത 30 കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ VJ ജോണി, സുരേഷ് മുട്ടത്തി, ചിത്രകാരനും ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറിയുമായ KS ഹരിദാസ്, കവി സതീഷ് മാമ്പ്ര, ചിത്രകാരൻ സോമൻ അധീന, ജോമോൻ ആലൂക്ക, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു. അക്രിലിക് കളർ ഉപയോഗിച്ച് വരച്ച 26 പെയിന്റിങ്ങുകളും അദ്വൈതം എന്ന പേരിൽ 6 ലോഹശില്പങ്ങളും കാനന കാഴ്ചകൾ സബർമതി എന്ന സീരീസിലുള്ള 20 ഫോട്ടോഗ്രാഫുകളുമാണ് പ്രദർശനത്തിലുള്ളത്. മികച്ച പ്രഭാഷകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമാണ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി. ലളിതകല അക്കാദമി അവാർഡും PJ ആന്റണിയുടെ പേരിലുള്ള മികച്ച ടെലിഫിലിമിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചിത്രശില്പങ്ങളിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഇതര സംസ്ഥാനങ്ങളിലടക്കം ദീർഘദൂര യാത്രകൾ നടത്തുന്നതും ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളിയുടെ പ്രത്യേകതയാണ്. ചിത്രങ്ങൾ പകർത്തുന്നതിന് പശ്ചിമഘട്ട മലനിരകളിലെ സഞ്ചാരം സാഹസികവുമായിരുന്നു. ഇലകൾ നഷ്ടപ്പെടുന്ന മരങ്ങളെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളും ജീവൻ തുടിക്കുന്നതാണ്. കലാപ്രദർശനം ജൂൺ 3 സമാപിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണിവരെയുള്ള പ്രദർശനം സൗജന്യമാണ്. തൃശൂർ കോർപ്പറേഷൻ ഒളരി ഡിവിഷനിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 വിദ്യാർത്ഥികൾക്ക് പ്രവാസികളുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുടുംബശ്രീ CDS രമ്യ ഹരിദാസ് നേതൃത്വം നൽകി. മധു കുന്നംകുളം, നിമ്മി ജോൺസൺ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരിച്ച മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി. വിദ്യാലയത്തിലെ ക്ലാസ് മുറികളും ചുവരും പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്താലാണ് നവീകരിച്ചത്. അമല ക്യാൻസർ റിസർച്ച് സെന്റർ ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ക്ലാസ് മുറികളുടെ സമർപ്പണം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് അധ്യക്ഷത വഹിച്ചു. ക്ലെമൻ ഫ്രാൻസിസ് KP ആലി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സ്മിതേഷ്, PTA പ്രസിഡന്റ് ഷൈജൻ നമ്പരത്ത്, ജോർജ് J ഊക്കൻ, TU ജെയ്സൺ, NR അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട്. നഗരം നിശ്ചലമായി. മുണ്ടുപാലം അവന്യൂ റോഡ് അടച്ചു. കുന്നംകുളത്ത് 3 മണിക്കൂറിൽ പെയ്തത് 105 മില്ലിമീറ്റർ മഴ. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. പാലക്കാട് കോതക്കുളം വാഴൂരിൽ ഇടിമിന്നലേറ്റ യുവതിയും, വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥനും മരിച്ചു.
ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. മാള ജല അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.